എല്ലാവർക്കും നമസ്കാരം. ഇന്ന് 27 നവംബർ ബുധനാഴ്ച. ഒരു ഫ്ലാറ്റ് ടു ഓപ്പണിംഗ് പോസിറ്റീവ് സൂചനയാണെന്ന് മാർക്കറ്റിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഇന്നലത്തെ മാർക്കറ്റിൽ നിഫ്റ്റി 50 BSE സെൻസെക്സും ചോപ്പിയായ ഒരു സെഷനാണ് കാണിച്ചത്. മുൻപത്തെ ദിവസങ്ങളുടെ റിക്കവറി അതിനെ കണ്ടിന്യൂ ചെയ്യാൻ സാധിച്ചില്ല. നിഫ്റ്റി 27.4 പോയിൻറ്റ് ഡൗണായി 24,194-ലും സെൻസെക്സ് 105.79 പോയിൻറ്റ് ഡൗണായി 80,004-ലുമാണ് ക്ലോസ് ചെയ്തത്. ഇന്ന് ഓപ്പണിംഗ് കാണുന്ന ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് ഓപ്പണിംഗ് ഇന്ന് കണ്ടിന്യൂ ചെയ്ത് തൻ്റെ പോസിറ്റീവിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കാം. അതിനുള്ള കാരണം ഓവർസീസ് ഇൻവെസ്റ്റേഴ്സ് ഇന്നലെയും ബയേഴ്സ് ആയിരുന്നു. അത് മാർക്കറ്റിലെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഒരു ആത്മവിശ്വാസം കൊടുക്കും. ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് 1,257 കോടിക്ക് ബൈ ചെയ്തപ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 1,910 കോടിക്ക് സെല്ല് ചെയ്യുകയാണ് ഉണ്ടായത്. ഡോ ജോൺസ് ലോവർ ആയിരുന്നു. അതിന് കാരണം ഡൊണാൾഡ് ട്രംപിൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റാണ് 25% താരിഫ് മെക്സിക്കോയിൽ നിന്നും കാനഡയിൽ നിന്നും ഉണ്ടാക്കുന്നതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുമെന്ന ന്യൂസിനെ തുടർന്നാണിത്. S&P 500 0.3% ഉയരുകയും നാസ്ഡാക്ക് ക്യാമ്പസിറ്റി 102 പോയിൻറ്റ് ഉയരുകയും ചെയ്തു. ബ്രന്റ് ക്രൂഡ് 0.17% മുകളിലാണ്, $73.38 പെർ ബാരലാണ്. ഗോൾഡ് 0.17% പോസിറ്റീവാണ്, $2,629.41 പെർ ഔൺസാണ്. ഇന്ത്യൻ റുപ്പി 6 പൈസ വീക്കായി 84.34 ആവുകയാണ് ചെയ്തത് ഡോളറിനെതിരായി. ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസിലുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി വിപ്രോ ആണ്. വിപ്രോ മാരഡ്ലി എന്ന ഓട്ടോമോട്ടീവ് സൊല്യൂഷൻസ് കമ്പനിയുമായി ഉള്ള പാർട്ട്ണർഷിപ്പ് അഡീഷണൽ 4 കൊല്ലത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുകയും $100 മില്യൺ ഡീൽ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അടുത്ത ഇൻഫോസിസ് ആണ്. ഇൻഫോസിസ് എന്ന കമ്പനി മാർക്കറ്റ് എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്യുകയും ഗൈഡൻസ് ഉയർത്തുകയും ചെയ്തിരുന്നു. അതുകൂടാതെ കമ്പനി 90% വേരിയബിൾ പേ അതിൻ്റെ എംപ്ലോയീസിന് രണ്ടാം ക്വാർട്ടറിൽ നൽകുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അടുത്ത NTPC ആണ്. NTPC മഹാരാഷ്ട്ര ഗവൺമെൻറ്റുമായിട്ടൊരു 50-50 ജോയിൻറ്റ് വെഞ്ചറിൽ നഹാജെൻകോ NTPC ഗ്രീൻ എനർജി എന്ന കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത ഇന്ത്യ ഗ്ലൈക്കോൾസ് ആണ്. ഈ കമ്പനി IGL സ്പിരിറ്റ്സ് എന്ന പേരിൽ ഒരു ഫുള്ളി ഓൺഡ് സബ്സിഡറി പുതുതായി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത എക്സൈഡ് ആണ്. എക്സൈഡ് അതിൻ്റെ ആമായ എക്സൈഡ് എനർജിയിൽ 100 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് അപ്പോൾ ഇതുവരെ 3,052 കോടിയാണ്. സ്കൈ ഗോൾഡ് എന്ന കമ്പനി 9:1 റേഷ്യോയിൽ ബോണസ് ഇഷ്യൂ അപ്രൂവൽ ചെയ്തിട്ടുണ്ട്. അടുത്ത സർവേശ്വർ ഫുഡ്സ് ആണ്. സർവേശ്വർ ഫുഡിൻ്റെ സിംഗപ്പൂർ ആമിന് 12,000 മെട്രിക് ടൺ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. ടോട്ടൽ 44 കോടിയുടെ ഓർഡറാണിത്. കാൻഫിൻ ഹോംസ് എന്ന കമ്പനി ₹6 ഡിവിഡൻഡ് പെർ ഷെയർ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഓല ഇലക്ട്രിക് മൊബിലിറ്റി ഗിഗ് ആൻഡ് S1Z റേഞ്ചിലുള്ള സ്കൂട്ടേഴ്സ് പുതിയതായി ഇറക്കിയിട്ടുണ്ട്. ഇന്ന് വന്ന റിസൾട്ടായിരുന്നു സീമെൻസിൻ്റെത്. അതിൽ റവന്യൂ 11% ഉയർന്ന് 6,461 കോടിയും കഴിഞ്ഞ തവണത്തെ 5,808 കോടിയുമാണ്. മാർജിൻ ഉയർന്നിട്ടുണ്ട് 14.5%. കഴിഞ്ഞ തവണ 12%. നെറ്റ് പ്രോഫിറ്റ് 45.4% ഉയർന്ന് 831 കോടിയാണ്. കഴിഞ്ഞ തവണ 572 കോടിയായിരുന്നു. EBITDA 34% ഉയർന്ന് 938 കോടിയാണ്. കഴിഞ്ഞ തവണ 700 കോടിയായിരുന്നു. മാർജിൻ ഉയർന്നതുകൊണ്ട് മാർക്കറ്റിൽ ഒരു പോസിറ്റിവിറ്റി പ്രതീക്ഷിക്കാവുന്നതാണ്. ഇത് കൂടാതെ ബോർഡ് ₹12 ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് NTPC ഗ്രീൻ എനർജിയുടെ ലിസ്റ്റിംഗ് ഡേ ആണ്. 10,000 കോടിയുടെ IPO 2.42 ടൈംസാണ് ഫൈനൽ ഡേയിൽ സബ്സ്ക്രൈബ് ചെയ്യപ്പെട്ടിരുന്നത്. വലിയൊരു ലിസ്റ്റിംഗ് ഗെയിൻ പ്രതീക്ഷിക്കേണ്ടതില്ല. സബ്സ്ക്രിപ്ഷൻ അത്രയ്ക്ക് മികച്ചതല്ല. എങ്കിലും മാർക്കറ്റ് പോസിറ്റീവ് ആണെങ്കിൽ ഒരു 3-10% വരെ ലിസ്റ്റിംഗ് ഗെയിൻ ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതേപോലെ മറ്റൊരു IPO ആണ് എൻവിറോ ഇൻഫ്രാ എഞ്ചിനീയേഴ്സ്. 89.9 ടൈംസ് അതിന് സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട്. നല്ലൊരു ലിസ്റ്റിംഗ് ഗെയിൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓപ്പണിങ്ങിൽ അതിന് തീരെ ഗ്രേ മാർക്കറ്റ് പ്രീമിയം ഇല്ലായിരുന്നു. പക്ഷേ മാർക്കറ്റ് പോസിറ്റീവ് ആകുകയും ഗ്രേ മാർക്കറ്റ് പ്രീമിയം കൂടി വരികയാണ് ചെയ്തത്. അതിൽ നമുക്കൊരു 50-60% ലിസ്റ്റിംഗ് ഗെയിൻ പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് എക്സ് റെക്കോർഡ് ഓർ ഡിവിഡൻഡ് ഡേറ്റിലായിട്ടുള്ളത് നാറ്റ്കോ ഫാർമ, IPCA ലാബോറട്ടറീസ്, ഹാപ്പിയസ്റ്റ് മൈൻഡ്സ്, പേൾ ഗ്ലോബൽ, ഇംഗർസോൾ റാൻഡ് എന്നിവയാണ്. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് നോക്കുമ്പോൾ നിഫ്റ്റി നവംബർ ഫ്യൂച്ചേഴ്സ് 0.28% ഡൗൺ ആണ്, 24,205. 11 പോയിൻറ്റ് പ്രീമിയം മാത്രമേ ഉള്ളൂ. നിഫ്റ്റി നവംബർ ഫ്യൂച്ചേഴ്സിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് 14.25% ഡൗൺ ആണ്. നവംബർ 28 എക്സ്പയറിലെ നിഫ്റ്റി ഓപ്ഷൻസിൻ്റെ മാക്സിമം കോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് 22,350, മാക്സിമം പുട്ട് ഓപ്പൺ ഇൻട്രസ്റ്റ് 21,950. FIIs ബൈ ചെയ്യുന്നുണ്ടെങ്കിലും DIIസിൻ്റെ സെല്ലിങ്ങും അതിനൊപ്പിച്ച് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ DIIs പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക എന്നുള്ളത് അവരുടെ ട്രേഡിങ്ങിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അതെന്തായാലും സ്വാഭാവികമായും കുറച്ച് നാൾ ഉണ്ടാകുന്നതായിരിക്കും. ഓവറോൾ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് പോസിറ്റീവ് ആവുന്നതിന് ഈ FII ബൈയിങ് സഹായിക്കും. ഇത് ഇനിയും കണ്ടിന്യൂ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിവസം ആശംസിക്കുന്നു.